സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 5 നമുക്ക് വേഗം പോകാം. ഞാൻ സാം ആൻഡ് വെൽക്കം ടു സാം കുക്ക് ടോക്സ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട് ജിനോ ഡീമൺ കാസലിലെത്തുന്നു. തന്റെ റെഗുലർ ക്വസ്റ്റ് അനുസരിച്ച് 10,000 ഡീമൺ സോൾസ് കളക്ട് ചെയ്യാനുള്ള ഫൈറ്റ് ജിനോ തുടങ്ങുന്നു. ഇതേ സമയം ഗേറ്റിന് പുറത്ത് ജിനോ അവന്റെ ഫാദറിന് മുന്നിൽ യൂജിങ് കൺസ്ട്രക്ഷന്റെ ഗിൽഡ് മാസ്റ്റർ ആവാനുള്ള ലൈസൻസും എക്സ്പീരിയൻസുമായി എത്തുന്നു. ജിനോ പറയുന്നു, ഫാദർ, ഒരു പരിചയമില്ലാത്ത ഒരാളെ ഗിൽഡ് മാസ്റ്റർ ആക്കുന്നതിന് മുമ്പ് ഫാദർ എന്നെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ജിനുവിന്റെ ഫാദർ പറയുന്നു, മതി, നിർത്ത്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇതിനുശേഷം നമുക്ക് എവിടെയോ പരിചയമുള്ള മുഖം അവിടെ എത്തുന്നു. ജിനോയുടെ ഫാദർ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ പേര് ഗോം യുങ് വാൻ. ഇയാളൊരു ഹണ്ടറാണ്. ഇയാൾ വൈറ്റ് ടൈഗർ ഗിൽഡിൻ്റെ ഒരു മെമ്പറാണ്. ഈ കഴിഞ്ഞ റെഡ് ഗേറ്റ് ഇൻസിഡൻറ്റിൽ ഇയാൾ ഇൻവോൾവ് ആയിരുന്നു. പ്ലീസ് ഇരിക്കും. ശേഷം ജിനോയുടെ ഫാദർ ആ ഹണ്ടറിനോട് റെഡ് ഗേറ്റിൽ നടന്ന കാര്യം പറയാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആ ഹണ്ടർ ഇതേ സമയം ജിനോയും സോങ്ങിയും കുറിച്ച് പറയുന്നു. ഇത് കേട്ട് ജിനോ അവിടെ ഞെട്ടുന്നു. അവർ റെഡ് ഗേറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ സങ് ജിനോ കാരണമാണെന്ന് അയാൾ പറയുന്നു. ബാക്കി കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ജിനോയ്ക്ക് കാര്യം മനസ്സിലാവുന്നു. ജിനോ ആലോചിക്കുന്നു, അപ്പോൾ എനിക്ക് മാത്രമല്ല ഈ ഒരു രഹസ്യം അറിയാവുന്നത്. ഈ ഒരു ചർച്ച എങ്ങനെ അവസാനിക്കുമെന്നും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമുക്കിതേ സമയം ആ ഹണ്ടറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും വൈറ്റ് ടൈഗർ ഗിൽഡ് സങ് ജിനോയുടെ കാര്യം പുറത്തു പറയരുതെന്ന് പറഞ്ഞതായിട്ട്. അതുപോലെ അയാൾക്ക് ഹണ്ടർ അസോസിയേഷൻ ചെയർമാനിൽ നിന്ന് വരെ കോൾ വന്നുവെന്ന്. ഇത് കഴിഞ്ഞ് ജിനോയുടെ ഫാദർ ജിനോയെ കൈയോടെ പൊക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ജിനോ സങ് ജിനോയുടെ സഹായത്തോടെയാണ് റൈഡ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതെന്ന്. ഇത് കാരണം തന്നെയാണ് അവന് ലൈസൻസും കിട്ടിയത്. ജിനുവിന്റെ ഫാദർ പറയുന്നു, നീ എന്തായാലും ഇത് എന്നോട് ചോദിക്കാൻ ഉദ്ദേശിച്ച ടൈമിങ് ശരിയായില്ല. ജിനു ഇത് കേട്ട് ഒന്നും തന്നെ മിണ്ടിയില്ല. അവൻ ഇതോടെ ഉറപ്പായി ഇതൊന്നും തന്നെ നടക്കില്ല എന്ന്. ജിനുവിന്റെ ഫാദർ ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ജിനോയ്ക്ക് തന്റെ ചേട്ടനെ തന്നെ പ്രയോറിറ്റി കിട്ടുമെന്ന് മനസ്സിലായിട്ടും ജിനോ ചോദിക്കുന്നു, ഫാദർ, എനിക്കിത് ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം, പക്ഷേ ഞാൻ യോജിങ്ങളിൽ നടത്തിക്കോട്ടെ. ജിനോയുടെ ഫാദർ പറയുന്നു, എങ്കിൽ ശരി. ഇത് കേട്ട് ജിനോ അവിടെ ഞെട്ടുന്നു. ജിനോയുടെ ഫാദർ പറയുന്നു, നീ പറഞ്ഞ ശരിയാ, ഒരു പരിചയമില്ലാത്ത ഒരാളെ ഗിൽഡ് മാസ്റ്റർ ആക്കുന്നത് റിസ്ക്കാ. അതുപോലെ നിനക്കറിയില്ല നമ്മൾ എസ് റാങ്ക് ഹണ്ടേഴ്സിനെ ഗിൽഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യം. നിനക്ക് സങ് ജിനോയെ നമ്മുടെ ഗിൽഡിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇത് കേട്ട് ജിനോ ആലോചിക്കുന്നു, ഈ ഒരു ചാൻസ് എനിക്കിനി കിട്ടില്ല. അവൻ പറയുന്നു, ഞാൻ ട്രൈ ചെയ്യാം ഫാദർ. ഇതുവരെ ജിനോയുടെ ഫാദർ യൂജിൻ ഗിൽഡിലോട്ട് 2 എസ് റാങ്ക് ഹണ്ടേഴ്സ് ജെയ്ഹിയും റിട്ടയർഡ് ഹണ്ടർ മിൻ ബിയോങ്ങിന് ഓഫർ കൊടുത്തിരുന്നു. ജെയ്ഹി ഹണ്ടേഴ്സ് ഗിൽഡിന്റെ വൈസ് മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ യൂജിൻ ഗിൽഡിൽ ചേർന്നാൽ ഗിൽഡ് മാസ്റ്റർ പൊസിഷൻ തരാമെന്നായിരുന്നു ഓഫർ. ഇതേ സമയം റിട്ടയർഡ് ഹണ്ടർ മിൻ ബിയോങ്ങിന്റെ കാര്യം എടുക്കുമ്പോൾ ജജു എലൻ റെയ്ഡിൽ 3 പ്രാവശ്യം പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ മിൻ ബിയോങ് റിട്ടയർ ആവാൻ തീരുമാനിച്ചു. ഇനി ഒരു 4ാമത്തെ ജജു എലൻ റെയ്ഡ് വരുമ്പോൾ മിൻ ബിയോങ് തന്നെ റിക്വസ്റ്റ് സ്വീകരിക്കുമെന്നായിരുന്നു ജിനോയുടെ ഫാദർ ആലോചിച്ചത്. നമുക്ക് കാണാൻ കഴിയും ജിനോയുടെ ഫാദർ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റഡ് ആണ്. റീസെന്റ് ജപ്പാനിൽ കണ്ടുകെട്ടിയ ആൻ മോൺസ്റ്റേഴ്സിന് മ്യൂട്ടേഷൻ വന്ന കാര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു. ജിനോയ്ക്ക് സങ് ജിനോയെ ഗിൽഡിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നു. ഇതേ സമയം നമ്മൾ ജിനോയുടെ അടുത്തോട്ട് പോകുന്നു. ജിനോ ഇവിടെ ഡീമൺസിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ ജിനോ ഇതുവരെ 300 സോൾസേ കളക്ട് ചെയ്തുള്ളൂ. ജിനോ പറയുന്നു, ഈ ഒരു ഏരിയ മുഴുവൻ ഞങ്ങൾ ക്ലിയർ ചെയ്തു. തുടക്കം ആയതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ലായിരുന്നു. അവൻ ആലോചിക്കുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ഡീമൺസ് എല്ലാം ഡി റാങ്ക് ആയിരുന്നു. എനിക്ക് നല്ലതുപോലെ എക്സ്പീരിയൻസ് പോയിന്റ്സും കിട്ടുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു രീതിയിൽ ഡെവലപ്പ് ആണെങ്കിൽ എനിക്ക് 9 സി റാങ്ക് ഗേറ്റിലൂടെ പോകേണ്ടി വന്നേനെ. ഇവിടെ അതേസമയം എനിക്ക് 4 മണിക്കൂർ എടുക്കുന്നുള്ളൂ. എൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് എക്സ്പീരിയൻസ് പോയിന്റ്സ് കൂടുതലായി വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ലെവലപ്പ് ആകാൻ പാടായിരിക്കും. എനിക്ക് ബേഗ് യൂനോയെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ജസ്റ്റ് എസ് റാങ്ക് എത്തിയതേ ഉള്ളൂ എന്ന്. എനിക്ക് സ്ട്രോങ് ആവണമെങ്കിൽ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. നമുക്ക് കാണാൻ കഴിയും ജിനോയുടെ കയ്യിൽ ഒരു എൻട്രി പെർമിറ്റ് കിട്ടിയതായിട്ട്. ഈ ഒരു പെർമിറ്റ് വെച്ച് ജിനോയ്ക്ക് ഡീമൺ കാസലിൻ്റെ 2nd ഫ്ലോറിൽ പോകാൻ കഴിയും. 2nd ഫ്ലോറിലോട്ട് പോകുവാനായി അവനൊരു ഡെഫിനിഷൻ സർക്കിൾ കണ്ടുപിടിക്കണം. ഈ ഒരു ഡെഫിനിഷൻ സർക്കിൾ ലിഫ്റ്റ് പോലെയാണ്. ഇത് കഴിഞ്ഞ് അവൻ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോകാനായി ഒരു ഷാഡോയെ വിളിക്കുന്നു. പെട്ടെന്ന് നമുക്ക് കാണാം ഐസ് ബിയർ ലീഡറിന്റെ ഷാഡോ സമൺ ആകുന്നു. അങ്ങനെ ജിനോ ഈ ബീസ്റ്റിന്റെ മുകളിൽ കയറി യാത്ര തുടങ്ങുന്നു. പോകുന്ന വഴിയിൽ തടഞ്ഞ ഡീമൺസിനെ എല്ലാം ഐസ് ബിയർ ബീസ്റ്റ് ഒറ്റ നിമിഷത്തിൽ നശിപ്പിച്ചു കളയുന്നു. ഒരു വലിയ ടാങ്കിനെ പോലെ അവൻ പോകുന്നത് കൊണ്ട് തന്നെ ജിനോ അവന് ടാങ്ക് എന്ന് പേരിടുന്നു. അവർ രണ്ടുപേരും ഡിഫിനിഷൻ സർക്കിളിന് നേരെ പോകുന്നു. ഇതേ സമയം കഥ USA ഹണ്ടേഴ്സ് ബ്യൂറോയിലോട്ട് പോകുന്നു. റീസെന്റ് ഡഞ്ചനിൽ നിന്ന് കിട്ടിയ വ്യക്തിയെ ഇവിടെ ചോദ്യം ചെയ്യാൻ വിലങ്ങ് വെച്ചിരിക്കുന്നത് കാണാം. ഹണ്ടേഴ്സ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഇവിടെ സൗത്ത് കൊറിയൻ ആണെന്ന് പറഞ്ഞ ആളെ നിരീക്ഷിക്കുന്നു. അവർ ഏജൻസ് തമ്മിൽ സംസാരിക്കുന്നു. അവർക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ഒരു സൗത്ത് കൊറിയൻ ഹണ്ടർ USA ഡഞ്ചനിലെത്തിയെന്ന്. 10 വർഷം മുമ്പ് താൻ ഗേറ്റിൽ പെട്ടുപോയെന്നും ബോധം വീഴുമ്പോൾ ഇവിടെ എത്തിയെന്നുമാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ ഒരു മനുഷ്യന്റെ ഓർമ്മകളുള്ള മാജിക് ബീസ്റ്റ് ആണെന്ന് അവർ സംശയിച്ചു. ഇയാളെ ഒറ്റയ്ക്ക് ഇവിടെ തടവിൽ വെച്ചിരിക്കുന്നത് തന്നെ വലിയൊരു റിസ്ക് ആയതുകൊണ്ട് അവർ സ്കാർവെഞ്ചർ ഗിൽഡിന്റെ ഒരു എസ് റാങ്ക് ഹണ്ടറിനെ കോൺടാക്ട് ചെയ്തതായി പറയുന്നു. ഈ ഹണ്ടറിന് കൊറിയൻ ഭാഷ അറിയാം. ഇവർ സംസാരിക്കുന്നത് വാങ് ഡോങ്സുങ്ങിന്റെ കാര്യമാണ്. നമുക്ക് കാണാൻ കഴിയും ഡോങ്സുങ് കൊറിയയിൽ നിന്ന് USA ലാൻഡ് ചെയ്തതായിട്ട്. പക്ഷെ ജിനോയെ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഡോങ്സുങ്ങിന്റെ മൂഡ് ശരിയല്ലായിരുന്നു. ഇതേ സമയം കഥ ഡഞ്ചനിലോട്ട് പോകുന്നു. ജിനോ സിയോളിലെ ഡീസിംഗ് ടവറിന് 100 ഫ്ലോർ ഉള്ളതുകൊണ്ട് അതിന്റെ റെപ്ലിക്കായ ഡീമൺ കാസലിന് 100 ഫ്ലോർ ഉള്ളതായി മനസ്സിലാക്കുന്നു. ഓരോ ഫ്ലോറിലും എൻട്രി പെർമിറ്റ് ഉള്ള ബീസ്റ്റ് റാൻഡം ആയിട്ടാണ് വരുന്നത്. ഈ എൻട്രി പെർമിറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനിഷൻ സർക്കിൾ വഴി അടുത്ത ഫ്ലോറിലോട്ട് പോകാൻ കഴിയും. ഇത് മാത്രമല്ല ഓരോ ഫ്ലോറിലും പല ലോകങ്ങളാണ്. ജിനോയ്ക്ക് ഇതൊന്നും തന്നെ പ്രശ്നമായിരുന്നില്ല.
അവൻ ഓരോ ഫ്ലോറും തീർത്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ കൂടെ അവൻ്റെ എക്സ്പീരിയൻസ് പോയിന്റ്സും കൂടിക്കൊണ്ടിരുന്നു. നമുക്ക് കാണാൻ കഴിയും ജിനോയുടെ കമാൻഡേഴ്സ് ടച്ച് എബിലിറ്റി ലെവലപ്പ് ആയതായിട്ട്. ഓരോ ഫ്ലോർ കഴിയും തോറും ഡീമൺസിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരുന്നു. ഇതുവരെ ജിനോ കളക്ട് ചെയ്ത ഡീമൺ സോൾസ് നമുക്ക് കാണാൻ കഴിയും. ജിനോയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഈ ഡഞ്ചൻ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജിനോ ഓരോ ഫ്ലോറും തീർത്ത് 50ാമത്തെ ഫ്ലോറിലെത്തുന്നു. ഈ ഫ്ലോറിൽ പവർഫുൾ ആയ ഒരു ആമിയും ഒരു ബോസ് ലെവൽ ഡീമനെയും നമുക്ക് കാണാം. ഈ വലിയ തടിയനായ ഡീമന്റെ പേര് വൾക്കൻ എന്ന സിസ്റ്റം ജിനോയ്ക്ക് കാണിക്കുന്നു. ജിനോ സമയം കളയാതെ മേജേഴ്സിനെ കൊണ്ട് അറ്റാക്ക് തുടങ്ങുന്നു. അതിന്റെ കൂടെ ജിനോ ഇഗ്രിസിനോടും അയണിനോടും ബോസ് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിക്കൊള്ളാൻ പറയുന്നു. ഇതിനുശേഷം തന്റെ കെമോഫ്ലാജ് എബിലിറ്റി വെച്ച് വൾക്കനെ ജിനോ നിരീക്ഷിക്കുന്നു. ജിനോയുടെ കൂടെ ഇതുവരെ ഫൈറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവന്റെ സോൾജേഴ്സിന്റെ ലെവലും കൂടിയിരുന്നു. അതുപോലെ ജിനോയുടെ ഇന്റലിജൻസ് സ്റ്റാറ്റ്സും അവർ സ്ട്രെങ്ത് കൂട്ടി. വൾക്കന്റെ ഗാർഡ്സ് എല്ലാം ഹൈ റാങ്ക് ആയിട്ടും ജിനോയുടെ സോൾജേഴ്സ് അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. ജിനോ വൾക്കനെ തന്നെ ശ്രദ്ധിച്ചു. അവൻ അവിടുന്ന് അനങ്ങിയതേയില്ല. ജിനോ ഇത് കണ്ട് വേഗം തന്നെ അവനെ തീർക്കാമെന്ന് മനസ്സിലാലോചിക്കുന്നു. അപ്പോൾ തന്നെ വൾക്കനെ കാണുന്നില്ല. ഒറ്റ നിമിഷത്തിൽ വൾക്കൻ തന്റെ വലിയ തടി ബാറ്റ് വെച്ച് ജിനോയുടെ ആമയെ മുഴുവനെ ചതച്ചു കളയുന്നു. അവൻ ഇഗ്രിസിനെ പോലെ നിസ്സാരമായി അടിച്ചു വീഴ്ത്തുന്നു. ജിനോയ്ക്ക് ഇതെല്ലാം കണ്ട് നിൽക്കാൻ പറ്റില്ല. ദേഷ്യം കൊണ്ട് ജിനോ ഓടി വന്ന് വൾക്കന്റെ മുഖത്തിട്ട് നല്ലൊരു പഞ്ച് കൊടുക്കുന്നു. ജിനോയുടെ ഈ ഒരു പഞ്ചിൽ ഫ്ലോർ ഫുള്ള് പൊളിയുന്നു. വൾക്കൻ ഇടികൊണ്ട് ദൂരെ പോയി വീഴുന്നു. ഇത്രയും പവർ തന്റെ പഞ്ചിലുണ്ടെന്ന് ജിനോയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജിനോ ആലോചിക്കുന്നു, ഞാൻ അന്നേരത്തെ ആ ദേഷ്യത്തിൽ ഇടിച്ചതാ, പക്ഷേ അവൻ പറന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജിനോ പെട്ടെന്ന് അവന്റെ സ്റ്റാറ്റ് ചെക്ക് ചെയ്യുന്നു. ജിനോയുടെ സ്ട്രെങ്ത് കൂടിയതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നു. ഇതേ സമയം പെട്ടെന്ന് വൾക്കൻ എഴുന്നേൽക്കുന്നു. ദേഷ്യം കൊണ്ട് വൾക്കൻ തന്റെ റേജ് സ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതോടെ വൾക്കന്റെ സ്റ്റാറ്റ്സ് 50% കൂടുന്നു. വൾക്കൻ പറന്ന് ജിനോയ്ക്ക് നേരെ സ്പീഡിൽ വരുന്നു. ജിനോയ്ക്ക് മനസ്സിലായി കഴിയുന്നു ഈ ഒരു അറ്റാക്ക് അവന് ഡോജ് ചെയ്യാൻ പറ്റില്ല എന്ന്. വേഗം തന്നെ ജിനോ ഒച്ചത്തിൽ അയണിനെ വിളിക്കുന്നു. കാര്യം മനസ്സിലാക്കിയ അയൺ തന്റെ ഷീൽഡ് ജിനോയ്ക്ക് നേരെ എറിയുന്നു. വൾക്കൻ്റെ അടി കൊള്ളുന്നതിന് മുമ്പ് തന്നെ ജിനോ ഷീൽഡ് കൊണ്ട് ഇത് തടയുന്നു. വൾക്കൻ്റെ ഈ അറ്റാക്ക് കൊണ്ട് തന്നെ ആ ഏരിയ ഫുള്ള് പൊളിയുന്നു. കലി കയറിയ വൾക്കൻ തന്റെ ബാറ്റ് വെച്ച് ജിനോയെ അടിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം ഷീൽഡ് വെച്ച് തടയാനല്ലാതെ ജിനോയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. തന്റെ സ്റ്റാറ്റ്സ് കാരണം തന്നെ ജിനോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വൾക്കൻ ബാറ്റ് പൊക്കുന്ന ഗ്യാപ്പിൽ അവനെ അറ്റാക്ക് ചെയ്യുമെന്ന് ജിനോ പ്ലാൻ എടുക്കുന്നു. ആ ഗ്യാപ്പ് വന്നപ്പോൾ പെട്ടെന്ന് ജിനോ വൾക്കന് നേരെ തന്റെ ഡാഗറുമായി കുതിക്കുന്നു. പക്ഷേ വൾക്കൻ ജിനോയുടെ അറ്റാക്ക് പ്രൊഡക്റ്റ് ചെയ്തിരുന്നു. അവൻ അത് സിമ്പിളായി ഡോജ് ചെയ്ത് എയറിൽ നിൽക്കുന്ന ജിനോയെ തന്റെ ബാറ്റ് വെച്ച് സൈഡിൽ നിന്ന് അടിക്കാൻ പോകുന്നു. എയറിൽ നിൽക്കുന്ന ജിനോയ്ക്ക് സ്പീഡിൽ വരുന്ന വൾക്കന്റെ അടി കൊള്ളുമെന്ന് ഉറപ്പായി. പക്ഷെ പെട്ടെന്ന് ജിനോയ്ക്ക് ഒരു ഐഡിയ വരുന്നു. അവൻ വേഗം തന്റെ കമാൻഡേഴ്സ് ടച്ച് എബിലിറ്റി വെച്ച് വൾക്കന്റെ മുഖത്തൊരു റീകോയിൽ ഉണ്ടാക്കി ബാക്കിലോട്ട് പോകുന്നു. ഇങ്ങനെ അവൻ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുന്നു. ജിനോ ആലോചിക്കുന്നു, എൻ്റെ ഈ ഡാഗർ വെച്ച് അവൻ്റെ തലയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അത് വലിയൊരു റിസ്ക് ആണ്. എങ്ങനെയെങ്കിലും അവൻ്റെ സ്പീഡ് കുറയ്ക്കണം. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജിനോയ്ക്ക് ഒരു പൊളിഞ്ഞു വീഴാൻ പോകുന്ന ബിൽഡിംഗ് ശ്രദ്ധയിൽപ്പെടുന്നു. അവൻ ആ ബിൽഡിങ്ങിന് നേരെ ഓടാൻ തുടങ്ങുന്നു. ജിനോയുടെ പുറകിൽ ദേഷ്യത്തിൽ വൾക്കനും വെച്ചു പിടിക്കുന്നു. ജിനോ അവൻ്റെ സ്പീഡ് കൂട്ടി വേഗം ബിൽഡിങ്ങിന് മുകളിലോട്ട് പോകുന്നു. വൾക്കൻ വളരെ സ്പീഡിൽ വന്നതുകൊണ്ട് തന്നെ നിൽക്കാൻ പറ്റില്ല. ജിനോ ആ ബിൽഡിംഗ് പൊളിച്ചുകൊണ്ട് വൾക്കന് നേരെ പോകുന്നു. അങ്ങനെ ജിനോ അവൻ്റെ 2 ഡാഗറും വെച്ച് വൾക്കനെ വെട്ടുന്നു. ഇതേ സമയം ഡഞ്ചന് പുറത്ത് വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ മിസ്റ്റർ ഹാനും ഹിജിനും ജിനോയെ തിരക്കി നടക്കുന്നു. ജിനോ ഒരാഴ്ചത്തേക്ക് ഏതോ ഫ്രണ്ടിൻ്റെ കൂടെ ട്രിപ്പ് പോയി എന്ന് സോങ്ങിയിൽ നിന്നും അറിഞ്ഞെന്ന് ഹിജിൻ മിസ്റ്റർ ഹാനോട് പറയുന്നു. മിസ്റ്റർ ഹാൻ പറയുന്നു, ഇത് വളരെ സ്ട്രേഞ്ച് ആണ്. അണ്ടർ അസോസിയേഷനിൽ നിന്ന് കിട്ടിയ ഡേറ്റ അനുസരിച്ച് മിസ്റ്റർ സങ്ങിനെ അവസാനമായി കണ്ടത് സിറ്റി സെന്ററിൽ വെച്ചാണ്. അദ്ദേഹത്തിന് എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഹിജിൻ പറയുന്നു, ഇനി സങ് ജിനോയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോ? ഇത് കേട്ട് മിസ്റ്റർ ഹാൻ ഒന്ന് ചിരിക്കുന്നു. ഹാൻ പറയുന്നു, മിസ്റ്റർ സങ് കിഡ്നാപ്പ് ആവാൻ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്യാൻ വലിയൊരു ഹൈ റാങ്കിങ് സ്ക്വാഡ് തന്നെ വേണ്ടി വരും. അദ്ദേഹം ഇപ്പോൾ എവിടെയാണോ എന്തോ. ഇതേ സമയം നമ്മൾ ഡീമൻ കാസലിലെ കാഴ്ച കാണുന്നു. ജിനോ ഇവിടെ വോൾക്കനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയും നിരവധി ഐറ്റംസ് ജിനോയ്ക്ക് ഇത് കാരണം തന്നെ കിട്ടുന്നു. ഫ്രാഗ്മെന്റ് ഓഫ് വോൾട്രി കൊണ്ട് ഹൈ ക്വാളിറ്റി മാജിക് ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. ജിനോ ഇത് ഇൻവെന്ററിയിൽ സൂക്ഷിക്കുന്നു. ഡീമൻ മൊണാക്കിന്റെ ഇയറിംഗ് എസ് റാങ്ക് ഐറ്റം ആയിരുന്നു. ഈ ഇയറിംഗിന് സ്ട്രെങ്ത് ഹെൽത്ത് ബഫ് കൂടാതെ ഒരു സെറ്റ് എഫക്റ്റും ഉണ്ടായിരുന്നു. ഇയറിംഗിന്റെ കൂടെയുള്ള നെക്ലസും റിങ്ങും കൂടെ ആ സെറ്റിൽ ഇട്ടാലേ ആ ഒരു സെറ്റ് എഫക്റ്റ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഓർബ് ഓഫ് എവാരിസ്. ഈ ഒരു എ റാങ്ക് ഓർബ് വെച്ച് മേജസിന് 2 ഇരട്ടിയായി തന്റെ പവർ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ജിനോ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ കുറെ ഡീമൺസിന്റെ തല ഇഗ്രസീവ് രാജാവിന്റെ മുന്നിൽ സമർപ്പിച്ച് മുട്ടുകുത്തി നിൽക്കുന്നു. ജിനോ പറയുന്നു, നിനക്കിതൊന്ന് നിർത്താൻ പറ്റുമോ? നീ ഇത് ചെയ്തത് കാരണം തന്നെ ദാ വേറൊരുത്തം വരുന്നു. നമുക്ക് കാണാൻ കഴിയും വൾക്കന്റെ വലിയ തലയുമായി അയൺ വരുന്നു. ജിനോ ആലോചിക്കുന്നു, ഞാനല്ലേ സത്യത്തിൽ അവനെ കൊന്നത്? ജിനോ പറയുന്നു, ആ ശരിയാ, നീ ഷീൽഡ് തന്നെ എന്നെ സഹായിച്ചായിരുന്നു. അപ്പോഴാണ് ജിനോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇതേ സമയം അയൺ വൾക്കന്റെ തല കാണിച്ച് ഷാഡോസിന് മുന്നിൽ ആളാവുന്നു. ജിനോ പെട്ടെന്ന് തന്നെ ഒരു മേജിനെ വിളിക്കുന്നു. ഓർബ് കൊടുത്തിട്ട് ഒരു ബിൽഡിങ്ങിന് നേരെ അറ്റാക്ക് ചെയ്യാൻ പറയുന്നു. ഷാഡോ മേജ് ആ ഓർബ് വെച്ച് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി ബിൽഡിംഗ് മുഴുവനായി ഇല്ലാതാക്കുന്നു. ജിനോയ്ക്ക് ഇതിന്റെ പവർ കണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജിനോയുടെ തിയറി അനുസരിച്ച് ഈ ഓർബ് ആർക്ക് വേണമെങ്കിലും അവന് കൊടുക്കാമെന്ന് അവന് മനസ്സിലായി. ഇത് കഴിഞ്ഞ് കഥ US പോകുന്നു. വാങ് ഡോങ്സുങ് അയാളെ ചോദ്യം ചെയ്യാനായി എത്തിക്കഴിഞ്ഞു.
ഡോങ്സുങ് പറയുന്നു, മനുഷ്യരുമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു മാജിക് ബീസ്റ്റ്. അതുകൂടാതെ കൊറിയനും അറിയാം. അയാൾ പറയുന്നു, ലുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ മാജിക് ബീസ്റ്റ് അല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ DNA ടെസ്റ്റ് ചെയ്യാം. ഡോങ്സുങ് പറയുന്നു, ഗേറ്റിൽ നിന്ന് എന്ത് വന്നാലും ഞങ്ങൾക്ക് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നീ മനുഷ്യൻ്റെ കൂട്ട് അഭിനയിക്കുന്ന മാജിക് ബീസ്റ്റ് ആണെങ്കിലോ? അവർ രണ്ടുപേരും മുഖാമുഖം നോക്കുന്നു. ഡോങ്സുങ് പറയുന്നു, ഞാൻ പറയുന്നത് നീ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കുക, കാരണം ഞാൻ തീരുമാനിക്കും നീ ബീസ്റ്റാണോ മനുഷ്യനാണോ എന്ന്. ഇത് കേട്ട് അയാൾ സമ്മതിക്കുന്നു. ഡോങ്സുങ് പറയുന്നു, 10 വർഷം നീ ഡഞ്ചനിൽ എങ്ങനെ സർവൈവ് ചെയ്തു? നീ സോംബി വല്ലതും ആണോ? അയാൾ അല്ലെന്ന് പറയുന്നു. ഡോങ്സുങ് ചോദിക്കുന്നു, ഡഞ്ചനിൽ മരിച്ച ഒരാൾക്ക് ജീവനോടെ നിൻ്റെ കൂടെ തിരിച്ചു വരാൻ പറ്റൂ? ഡോങ്സുങ് ഇതേ സമയത്ത് എൻ്റെ സഹോദരൻ്റെ കാര്യം ആലോചിക്കുന്നു. പക്ഷേ ഇല്ല എന്ന് അയാൾ മറുപടി പറയുന്നു. അയാൾ പറയുന്നു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗേറ്റുകളെ പറ്റിയും മാജിക് ബീസ്റ്റുകളെ പറ്റിയും നിനക്ക് എത്രമാത്രം അറിയാം? ഡോങ്സുങ് പറയുന്നു, നിനക്ക് ഞങ്ങളെക്കാളും അറിയാമെന്നാണോ നീ പറയുന്നത്? അയാൾ പറയുന്നു, ഡഞ്ചൻസും ഗേറ്റ്സും മാജിക് ബീസ്റ്റും ഇതൊന്നും ഒന്നുമല്ല. ഒരു പവർഫുള്ളായ ശക്തി ഉണർന്നിട്ടുണ്ട്. ആ ശക്തി ഈ ലോകം തന്നെ ഇല്ലാതാക്കും. ഡോങ്സുങ് ഇത് കേട്ട് പറയുന്നു, ഇതെല്ലാം നീ എന്തായി പറയുന്നത്? ആരാ ഈ ലോകം നശിപ്പിക്കാൻ പോകുന്നത്? അയാൾ പറയുന്നു, എനിക്കത് പറയാൻ പറ്റില്ല, ഞാനത് തടയാനാണ് വന്നത്. ഇത് കേട്ട് ഡോങ്സുങ് പറയുന്നു, അപ്പം നീ പറയുന്നത് നീ ഞങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്, പക്ഷേ എന്തിൽ നിന്നാന്ന് നിനക്ക് പറയാൻ പറ്റില്ലല്ലേ? നിനക്കറിയാലോ ഇവിടെ കുറേ പേരുണ്ടെന്ന്. അയാൾ ഇത് കേട്ട് പറയുന്നു, അങ്ങനെ ഒരു ശക്തി ഇവിടെയുള്ള ഹണ്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കതറിയാലോ, നീയും കുറച്ച് സ്ട്രോങ് ആണ്. തന്നെ ചെറുതാക്കി കണ്ടത് കാരണം തന്നെ ഡോങ്സുങ്ങിന് കലി കയറുന്നു. ഡോങ്സുങ് ഇത് കഴിഞ്ഞ് അയാളുടെ ഇൻഫോർമേഷൻ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നു. അയാളുടെ പേരായിരുന്നു സങ് ഇൽവാൻ. ഡോങ്സുങ് ആലോചിക്കുന്നു, താടിയും മുടിയും മാറ്റിയാൽ ഇയാൾ ഫോട്ടോ മാച്ച് ആവും. പക്ഷേ 10 വർഷം ഡഞ്ചനിൽ കിടന്നവന് വയസ്സൊന്നും മാറിയിട്ടില്ല. ഡോങ്സുങ് ഇത് കഴിഞ്ഞ് അവൻ്റെ എക്സ്പീരിയൻസ് കാണുന്നു. ഡോങ്സുങ് പറയുന്നു, എൻ്റെ എക്സ്പീരിയൻസ് കൊള്ളാം. നീ ഇന്നൊരു ഹണ്ടറായിരുന്നെങ്കിൽ നിനക്ക് നല്ലതുപോലെ കാശ് വാരായിരുന്നു. ഇതാ ഞാൻ പറയുന്നത്, എല്ലാം ടൈമിംഗ് ആണ്. അതുപോലെ നിനക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ടല്ലേ? പെട്ടെന്ന് ഡോങ്സുങ് എന്തോ കണ്ട് ഞെട്ടുന്നു. ഡോങ്സുങ് ചോദിക്കുന്നു, നിനക്ക് നിൻ്റെ മോളുടെ പേര് ഓർമ്മയുണ്ടോ? അയാൾ പറയുന്നു, എൻ്റെ മോളുടെ പേര് സങ് ജിന. ഡോങ്സുങ് ഇത് കഴിഞ്ഞ് മകൻ്റെ പേര് ചോദിക്കുന്നു. അയാൾ പറയുന്നു, എൻ്റെ മകൻ്റെ പേര് സങ് ജിൻവോ. അതായത് സങ് ഇൽവാനാണ് ജിനയുടെയും ജിൻവോയുടെയും ഫാദർ. ഡോങ്സുങ് ഇത് കേട്ടൊരു ചിരിച്ചിരിക്കുന്നു. ജിനോയുടെ ഫാദർ ചോദിക്കുന്നു, എന്തു പറ്റി? ഡോങ്സുങ് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, ചോദ്യം ഞാനാ ചോദിക്കുന്നതെന്ന്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീസൺ 2 എപ്പിസോഡ് നമ്പർ 5. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.